Hi guys, so now we'll talk about hypersensitivity reactions and the continuation ആണ് ഈ ക്ലാസ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് മക്കളെ നമുക്ക് എത്ര തരം ഉണ്ടടാ? 1, 2, 3, 4 അല്ലേ? വി ഹാവ് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ്. എന്താണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ്? ഒരു അലർജിക് സബ്സ്റ്റൻസ്, ഓക്കെ, അതിനെ നമ്മൾ ആൻറ്റിജൻ എന്ന് വിളിക്കുന്നു. അത് എന്തുമാവാം, അത് ഡസ്റ്റ് ആവാം, പോളൻ ആവാം, ഫുഡിൽ നിന്ന് എന്തെങ്കിലും അലർജി ആവാം, എന്തുമാവാം. നമ്മുടെ ബോഡിയിൽ ചെന്നാൽ ചില ആൾക്കാർ ഓക്കെ അതിനെതിരെയായിട്ട് റിയാക്ട് ചെയ്യും. പക്ഷേ ചില ആൾക്കാരിൽ ഈ അലർജൻസിനെതിരെ ഓവർ റിയാക്ടിവിറ്റി ഉണ്ടാവും. അതിനെയാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുക. അപ്പോൾ ഈ ഓവർ റിയാക്ഷൻ കാരണം ബോഡിയിൽ കുറച്ച് സൈഡ് എഫക്ട്സ് കാണാം. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ആദ്യമേ പഠിക്കാൻ പോകുന്നത് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനെ പറ്റിയാണ്. എന്താണ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി? ബേസിക്കലി ഈ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ അലർജിയാണ്. ഓക്കെ, അലർജി അത് ഡസ്റ്റിനോട് അലർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ചില ഫുഡ് ആൾക്കാർക്ക് പിടിക്കില്ലല്ലോ, അതായിരിക്കാം. നൗ ഈ അലർജി നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഒന്ന്, 1 ടൈപ്പ് ഓഫ് അലർജിനെ നമ്മൾ അറ്റോപ്പി എന്ന് വിളിക്കും, ATOPY. ഓക്കെ, അറ്റോപ്പി. ഇതിൻ്റെ അർത്ഥം ലോക്കലൈസ്ഡ് അലർജി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഡസ്റ്റ് പാർട്ടിക്കിളും എല്ലാം ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്താ അവിടെ ഇച്ചിങ് തോന്നിക്കും അല്ലേ, അവിടെ ചെറിയൊരു ചൊറിച്ചിൽ തോന്നിക്കും. ഓക്കെ, അപ്പം അതൊരു എക്സാമ്പിൾ പറഞ്ഞാണ് മിസ്സ്. അതിനാണ് ലോക്കലൈസ്ഡ് അലർജിനെയാണ് നമ്മൾ അറ്റോപ്പി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്കിന്നിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു അലർജി ഉണ്ടെങ്കിൽ, ഒരു ഡസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഇറിറ്റേഷൻ തോന്നിക്കും. അതാണ് അറ്റോപ്പി. ഓക്കെ, നൗ അനാഫിലാക്സിസ് എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് റിയാക്ഷനാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഒരു ഇഷ്ടമുള്ള ഒരു സീ ഫുഡ് കഴിച്ചു. എല്ലാവർക്കും സീ ഫുഡ് പറ്റണമെന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഫുഡിനകത്ത് ചിലപ്പം പ്രോപ്പർലി കുക്ക്ഡ് അല്ലാത്തത് കൊണ്ട്, ചില ഫുഡ് പ്രോപ്പർലി കുക്ക്ഡ് ആവാത്തത് കൊണ്ട് അലർജൻസ് അല്ലെങ്കിൽ ആൻറ്റിജൻസ് ഒരാളുടെ ബോഡി കയറിയെന്ന് വെച്ചോളൂ. അപ്പോൾ അത് ചെല്ലുന്ന എവിടെയാണ്? നമ്മുടെ ഗ്യാസ്ട്രിക് സിസ്റ്റത്തിലാണ്. ഓക്കെ, സ്റ്റൊമക്ക് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ചില സമയത്ത് ഈ ചെല്ലുന്ന ആൻറ്റിജനെതിരെ ഓക്കെ എൻറ്റയർ ബോഡി റിയാക്ട് ചെയ്യും. ആ ഒരു സിസ്റ്റം മാത്രമല്ല, ഒരു ഏരിയ മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെ ബോഡിയിലെ മൊത്തമുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ സെൽസ് റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ജനറലൈസ്ഡ് റിയാക്ഷൻസ് കാണാൻ പറ്റും. ബോഡി മൊത്തത്തിൽ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാകും. സോ അതിനെയാണ് നമ്മൾ അനാഫിലാക്സിസ് എന്ന് പറയാം. മനസ്സിലായ മോനെ? അപ്പോൾ അലർജി 2 തരമുണ്ട്. ഒന്ന് അറ്റോപ്പി, അത് ലോക്കലൈസ്ഡ് റിയാക്ഷനാണ്. അനാഫിലാക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ മോനെ? ജനറലൈസ്ഡ് റിയാക്ഷനാണ്. ഇത്രയും മനസ്സിലായോ? ഓക്കെ, ഇനി നിങ്ങൾ അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഈ ഒരു അലർജി അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ആൻറ്റിജൻ നിങ്ങളുടെ ബോഡിയിൽ കയറിയാൽ, ഒരു ഡസ്റ്റ് കയറിയാൽ എന്താണ് ബോഡിയിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ ഡസ്റ്റ്, ചിലർക്ക് ഭയങ്കര ആസ്മയൊക്കെ ഉള്ള ആൾക്കാർക്ക് ചില ഡസ്റ്റി റൂമിലേക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് അവർ തുമ്മാൻ തുടങ്ങും അല്ലേ, കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും. സോ എന്തുകൊണ്ടാണ് അങ്ങനെ റിയാക്ഷൻ വരുന്നത്? സോ ദാറ്റ് വി ഹാവ് ടു ലേൺ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, ഈ മെക്കാനിസം ഓഫ് എങ്ങനെയാണ് ഇമ്മ്യൂൺ സിസ്റ്റം ഒരു അലർജിക്കെതിരെ റിയാക്ഷൻ നടത്തുന്നത് എന്നുള്ളത് ആണ് ഞാൻ ഈ സ്ലൈഡിൽ കൂടെ കാണിക്കാൻ പോകുന്നത്. ഇത് ടഫ് അല്ലോടോ, ചില ബുക്സിൽ നിന്ന് വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ മിസ് അത് മാക്സിമം സിമ്പിളാക്കി തരാം. അപ്പോൾ ഞാൻ ആദ്യം ഈ റെഡ് കളറിൽ വരച്ചേക്കുന്നതാണ് മോനെ. ഇതാണ് നമ്മുടെ ആൻറ്റിജൻ. അത് എന്തെങ്കിലും ഒരു ആൻറ്റിജൻ ആയിക്കോട്ടെ. നിങ്ങൾ ഫുഡിൽ നിന്ന് കഴിച്ച് ഫുഡിൽ എന്തെങ്കിലും ഉണ്ടായിരുന്ന ഒരു ഫോറിൻ ബോഡി ആയിരിക്കാം, ഒരു പോയ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഡസ്റ്റ് അലർജി, പോളൻ, എന്തുമായിക്കോട്ടെ. അത് ഒരാളുടെ ബോഡിയിൽ ചെല്ലുമ്പോൾ ഓക്കെ, ഫസ്റ്റ് ഇതൊരു ഫോറിൻ ബോഡിയാണ്, നമ്മുടെ ബോഡി ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആണ്, നമ്മുടെ ബോഡി തിരിച്ചറിയും. അപ്പോൾ ഓക്കെ, സോ ഈ ആൻറ്റിജനെ ഞാൻ ഈ ആൻറ്റിജൻ കഴിഞ്ഞ് വരച്ചേക്കുന്ന എല്ലാ സെൽസും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ സെൽസാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ കുറേ സെൽസ് ഉണ്ട്, ബി സെൽസ്, ടി സെൽസ്, അതിൻ്റെ തന്നെ വേരിയേഷൻസ് ഉണ്ട്, പ്ലാസ്മ സെൽസ്, അങ്ങനെ കുറേ സെൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര ഓർത്തിരിക്കുക. ഫസ്റ്റ് ആൻറ്റിജൻ നമ്മുടെ ബോഡി ചെല്ലുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യുമെന്ന് അറിയാടാ? ഇമ്മ്യൂൺ സിസ്റ്റത്തിനകത്തെ APC എന്ന് പറയുന്ന സെൽസ്. APC എന്താടാ? ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ്. എന്താ മോനെ? എഴുതി കാണിക്കാം. ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ്, ഈ ബ്ലൂ കളർ ഞാൻ വരച്ചേക്കുന്നത്, ഈ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് നമ്മുടെ ഈ ആൻറ്റിജനെ ചെന്നിട്ട് ഈ ആൻറ്റിജനെ അങ്ങ് അതിൻ്റെ അടുത്തോട്ട് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ ആൻറ്റിജനെ എന്ത് ചെയ്യുമെന്ന് അറിയോടാ? ഈ ആൻറ്റിജനെ ഇത് ഡീഗ്രേഡ് ചെയ്യും. ഓക്കെ, ആൻറ്റിജനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അതിനുശേഷം ഈ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് എന്ത് ചെയ്യുന്നറിയോ? ഈ ആൻറ്റിജനെ, ഈ റെഡ് കളർ ഞാൻ വരച്ചിരിക്കുന്ന ആൻറ്റിജനെ, ഇപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ, APCൻ്റെ അകത്തുണ്ട് ആൻറ്റിജൻ, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തു. അതിനുശേഷം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനകത്ത് വേറെ ഒരു സെല്ലുണ്ട്. ഇമ്മ്യൂൺ സിസ്റ്റത്തിനകത്ത് നമുക്ക് T സെൽസ് ഉണ്ട്.
ഓക്കെ. അപ്പോൾ ടി സെൽസിനകത്ത് പല വേരിയേഷൻ ഉണ്ട്. ടി സെൽസിനകത്ത് നമുക്ക് ഹെൽപ്പർ ടി സെൽസ്, അതാണ് മിസ്സോട് എഴുതിയിരിക്കുന്നത് TH2. ഹെൽപ്പർ ടി സെൽസ് എന്ന് പറഞ്ഞ സെൽസ് ഉണ്ട്. അപ്പോൾ ഈ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് ഈ ഡീഗ്രേഡ് ചെയ്ത ആൻറ്റിജനെ ആർക്ക് പ്രസൻറ്റ് ചെയ്യുന്നറിയോ, ആരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുമെന്നറിയോ? നമ്മുടെ ഹെൽപ്പർ ടി സെൽസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഡീഗ്രേഡഡ് ആൻറ്റിജൻ ഇപ്പോൾ എവിടെയാണ്? ഹെൽപ്പർ ടി സെൽസിൻ്റെ അകത്താണ്. അപ്പോൾ നമ്മുടെ ഹെൽപ്പർ ടി സെൽസ് ഈ ആൻറ്റിജൻ ഇതിൻ്റെ അകത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വല്ലാതെ സ്റ്റിമുലേറ്റഡ് ആവും. ഓക്കെ, ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ ഈ ഹെൽപ്പർ ടി സെൽസ് ആക്ടിവേറ്റഡ് ആവുമ്പോൾ ഇവരെന്ത് റിലീസ് ചെയ്യുന്നറിയോടാ? ഇവരെന്ത് റിലീസ് ചെയ്യും? ഇവർ റിലീസ് ചെയ്യുന്ന ഒരു കെമിക്കൽ മെസ്സഞ്ചറിൻ്റെ പേരാണ് IL-4. എന്താണ്? ഇൻ്റർലൂക്കിൻ 4. ഇത്രയും മനസ്സിലായോ? ഈ ഹെൽപ്പർ ടി സെൽസ് ആൻറ്റിജൻ അതിൻ്റെ അകത്തുണ്ടല്ലോ. ആൻറ്റിജൻ അതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഈ ഹെൽപ്പർ ടി സെൽസ് സ്റ്റിമുലേറ്റഡ് ആവും, ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ അവർ റിലീസ് ചെയ്യുന്ന ഒരു കെമിക്കൽ മെസ്സഞ്ചറിൻ്റെ പേരാണ് എന്ത് മോനെ? ഇൻ്റർലൂക്കിൻ 4. ഈ ഇൻ്റർലൂക്കിൻ 4 ഇനി നമ്മുടെ ഈ ഇൻ്റർലൂക്കിൻ 4 ഓക്കെ ഇത് പ്രൊഡ്യൂസ് ആവുമ്പോൾ ഇൻ്റർലൂക്കിൻ 4 വെൻ ദാറ്റ് ഗെറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബി സെൽസിൽ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ബി സെൽസില്ലേ, ബി സെൽസ് ആക്ടിവേറ്റഡ് ആവും. ഈ ബി സെൽസ് ആക്ടിവേറ്റഡ് ആയിട്ട് ബി സെൽസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുമെന്നറിയടാ? പ്ലാസ്മ സെൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഒന്നും കൂടെ, ഇൻ്റർലൂക്കിൻ 4 പ്രൊഡ്യൂസ് ചെയ്തല്ലോ. ഓക്കെ, ഈ ഇൻ്റർലൂക്കിൻ 4ൻ്റെ എമൗണ്ട് കൂടുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ബി സെൽസ് ആക്ടിവേറ്റഡ് ആവും. ഓക്കെ. സോ ഈ ബി സെൽസ് ഇവിടെ മുതൽ ഞാൻ പറയുന്ന എല്ലാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ സെൽസാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ബി സെൽസ് ആക്ടിവേറ്റഡ് ആയാൽ അവരുണ്ടാക്കുന്ന സെൽസിനെ പറയുന്ന പേരാണ് പ്ലാസ്മ സെൽസ്. ബി സെൽസ് ആക്ടിവേറ്റഡ് ആയാൽ ദേ വിൽ ബിക്കം വാട്ട്? പ്ലാസ്മ സെൽസ് ആയിട്ട് അത് മാറും. ഓക്കെ, ഈ പ്ലാസ്മ സെൽസ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യടാ? നമ്മുടെ ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആൻറ്റിബോഡീസ് നമുക്ക് മെയിൻലി 5 തരത്തിലുള്ള ആൻറ്റിബോഡീസ് ഉണ്ട്. ആൻറ്റിബോഡി ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്, IG, ഇങ്ങനെയാണ് ആൻറ്റിബോഡി എഴുതുന്നത്. അപ്പം ആൻറ്റിബോഡി നമുക്ക് ആൻറ്റിബോഡി G ഉണ്ട്, ആൻറ്റിബോഡി A ഉണ്ട്, ആൻറ്റിബോഡി M ഉണ്ട്, ആൻറ്റിബോഡി D ഉണ്ട്, ആൻറ്റിബോഡി E ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നും നിങ്ങളുടെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആൻറ്റിബോഡീസ് എടുക്കുമ്പോൾ മിസ് അത് പഠിപ്പിച്ചു തരാം. ഇപ്പോൾ ഇത്ര ഓർത്തിരിക്കുക, പ്ലാസ്മ സെൽസ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മുടെ ടൈപ്പ് 1 റിയാക്ഷനിൽ എല്ലാ ആൻറ്റിബോഡീസിനെയും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഓക്കെ, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമാണ്. പ്ലാസ്മ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസ് എന്താടാ? ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനകത്ത് IgE മാത്രം, IgE ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയും മനസ്സിലായോ? ഓക്കെ, ഈ IgE ആൻറ്റിബോഡീസ് ഉണ്ടല്ലോ, ബ്ലഡിൽ കൂടെ ട്രാവൽ ചെയ്ത് എവിടെ എത്തുമെന്നറിയോ? അപ്പോൾ ഈ IgE ആൻറ്റിബോഡീസ് ഉണ്ടല്ലോ, ഇവർ ബ്ലഡിൽ കൂടെ ട്രാവൽ ചെയ്തിട്ട് നമുക്ക് മാസ്റ്റ് സെൽസ് എന്ന് പറയുന്ന സെൽസ് ഉണ്ട്. അതും ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സെൽസാണ്. അപ്പോൾ ഈ IgE ചെന്നിട്ട് മാസ്റ്റ് സെൽസിലേക്ക് ഞാൻ IgE ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഒരു Y പോലെ നമ്മളിങ്ങനെയാണ് ആൻറ്റിബോഡീസ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, Y ആയിട്ട്. ഓക്കെ, അപ്പം ഈ IgE ചെന്നിട്ട് ഈ മാസ്റ്റ് സെൽസിൻ്റെ ചുറ്റിനും ചെന്നങ്ങിരിക്കും. ഓക്കെ, അപ്പം മാസ്റ്റ് സെൽസ് എവിടെയാണ് നമ്മൾ യൂഷ്വലി കാണാമെന്ന് അറിയാമോനെ? മാസ്റ്റ് സെൽസ് പല ഏരിയാസിൽ കാണാൻ പറ്റും. നമുക്ക് അണ്ടർ ദ സ്കിന്നുണ്ട്, ബ്ലഡ് വെസൽസിൻ്റെ അടുത്തുണ്ട്, പിന്നെന്താ നമ്മുടെ നെർവ്സ്, ലങ്സ്, ഇൻഡസ്റ്റൈൻ, അങ്ങനെ പല ഏരിയയിൽ നമുക്ക് ഈ മാസ്റ്റ് സെൽസ് ഉണ്ട്. അപ്പോൾ ഈ മാസ്റ്റ് സെൽസിലൊക്കെ ചെന്ന് എന്ത് ചെയ്യടാ? ഈ IgE ബൈൻഡ് ചെയ്യും. ഇത്രയും മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ്, എന്ത് പ്രോസസ്സാണ്? ഈ IgE ചെന്നിട്ട് മാസ്റ്റ് സെൽസുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് മോനെ സെൻസിറ്റൈസേഷൻ. അപ്പോൾ ഇത്രയും മനസ്സിലായോ? സെൻസിറ്റൈസേഷൻ വരെ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, നൗ ഇത് ഇത്രയും നോർമലാണ്. ഇനി ഫോർ എക്സാമ്പിൾ രണ്ടാമത്തെ വട്ടവും ഈ സെയിം പേഴ്സണ്, ഓക്കെ, ഇയാൾക്ക് നമ്മുടെ ഫസ്റ്റ് ആൻറ്റിജൻ ഇല്ലേ, ഞാൻ ഇവിടെ കാണിച്ച ഈ ആൻറ്റിജൻ ഇല്ലേ, ഇത് ഈ സെയിം ആൻറ്റിജൻ പിന്നെയും ആ മനുഷ്യൻ്റെ ബോഡിയിൽ എൻ്റർ ചെയ്യുവാണെങ്കിൽ, ഓക്കെ, ആ സെയിം ആൻറ്റിജൻ എൻ്റർ ചെയ്യുകയാണെങ്കിൽ, ഇത്രയും ഞാൻ പറഞ്ഞ ആ സെയിം ആൻറ്റിജൻ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത്രയും പറഞ്ഞ പ്രോസസ്സില്ലേ, ഇവിടെ മുതൽ ഇവിടം വരെ, അത് പിന്നെയും നടക്കില്ല. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഇസ്, പിന്നെയും ഈ സെയിം ആൻറ്റിജൻ എൻ്റർ ചെയ്യുമ്പോൾ എന്താ പറ്റുമെന്ന് അറിയാടാ? ഈ ആൻറ്റിജൻസ്, നിങ്ങൾക്ക് അറിയില്ല, ആൻറ്റിജനും ആൻറ്റിബോഡീസും ലവ് ബേർഡ്സ് ആണ്. ഓക്കെ, അവർക്ക് എപ്പോഴും ഒരുമിച്ചിരിക്കണം. അപ്പോൾ ഈ ആൻറ്റിജൻ, ഓക്കെ, ഇയാളുടെ ബോഡിയിൽ പിന്നെയും ചെല്ലുന്ന ആൻറ്റിജൻ എന്ത് ചെയ്യുന്നറിയോ? ഈ മാസ്റ്റ് സെൽസിന് ചുറ്റിനുമുള്ള ഈ ആൻറ്റിബോഡീസ് ഇല്ലേ, അതിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കും.
ഓക്കെ, സോ ഈ ആൻറ്റിജനെതിരെ തന്നെ ഉണ്ടായ ആൻറ്റിബോഡീസാണ് ഞാൻ ഈ വരച്ചേക്കുന്നത് അല്ലേ, ഈ പേർപ്പിൾ കളറിൽ ഞാൻ വരച്ചേക്കുന്നത്. അത് ലെറ്റസ് സേ അത് കുറേ നാൾക്ക് മുന്നേ ഉണ്ടായ ആൻറ്റിബോഡീസാണ്. ഇപ്പോഴും അയാളുടെ ബോഡിയിൽ ആൻറ്റിബോഡീസ് ഉണ്ട്. പിന്നെയും ആ സെയിം അലർജി അയാളുടെ ബോഡിയിൽ പിന്നെയും കയറിയാൽ വാട്ട് ഹാപ്പൻസ്, ആ ആൻറ്റിജൻ ഓക്കെ അയാളുടെ ബോഡിയിൽ കയറിയാൽ ഈ ആൻറ്റിജൻ എന്ത് ചെയ്യുക, ഈ ആൻറ്റിബോഡീസുമായിട്ട് ഈ പ്രോസസ്സ്, ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സ് ഒന്നും പിന്നെ നടക്കത്തില്ല, സെക്കൻഡ് ടൈം നടക്കത്തില്ല. ഈ ആൻറ്റിജൻ ഡയറക്റ്റ് ആയിട്ട് ചെന്ന് ഈ ആൻറ്റിബോഡീസുമായിട്ട് ബൈൻഡ് ചെയ്യും. ബിക്കോസ് ആൻറ്റിജനും ആൻറ്റിബോഡീസ് എന്താണ്, ലവേഴ്സാണ്. ഓക്കെ, നോ ഇനി വൺസ് ദിസ് ഹാപ്പൻസ് നോ, ഈ ആൻറ്റിജനും ആൻറ്റിബോഡിയും തമ്മിൽ ബൈൻഡ് ചെയ്തതിന് ശേഷം എന്ത് പറ്റുമെന്ന് അറിയോടാ, ഈ മാസ് സെൽസ് ഉണ്ടല്ലോ, മാസ് സെൽസ് ആക്ടിവേറ്റഡ് ആവും. ഈ ആൻറ്റിജനും ആൻറ്റിബോഡിയും തമ്മിൽ ബൈൻഡ് ചെയ്തതിന് ശേഷം ഈ മാസ് സെൽസ് ആക്ടിവേറ്റഡ് ആയിട്ട് ഓക്കെ, മാസ് സെൽസിനകത്ത് ഞാൻ ഈ ഗ്രീൻ കളർ ഇങ്ങനെ ഡോട്ടായിട്ട് വരയ്ക്കുന്നത് മാസ് സെൽസിനകത്തുള്ള ഗ്രാന്യൂൾസ് ആണ്. നോർമലി അതുണ്ട്. ഓക്കെ, മാസ് സെൽസിൻ്റെ അകത്ത് എന്തുണ്ട്, ഗ്രാന്യൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ആൻറ്റിജൻ എപ്പം വന്ന് പിന്നെയും ഈ ആൻറ്റിബോഡീസിൻ്റെ അടുത്ത് ബൈൻഡ് ചെയ്താലും ഈ മാസ് സെൽ ആക്ടിവേറ്റഡ് ആയിട്ട് മാസ് സെൽസ് എന്ത് ചെയ്യുന്നറിയോ, ബേസ്റ്റ് ചെയ്യും. ഓക്കെ, അത് ബേസ്റ്റ് ചെയ്തിട്ട് ഈ ഗ്രാന്യൂൾസിനെ അങ്ങ് പുറത്ത് വിടും. ഈ ഗ്രാന്യൂൾസ്, ഈ ഇങ്ങനെ വരച്ചിരിക്കുന്ന ഗ്രാന്യൂൾസിനെ പുറത്ത് വിടും. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത് മോനെ, ഡീഗ്രാനുലേഷൻ. മനസ്സിലായോടാ, ഡീഗ്രാനുലേഷൻ. ബിക്കോസ് മാസൽസ് ബേസ്റ്റ് ആവും. ഓക്കെ, ആൻഡ് ബേസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി ഈ ആൻറ്റിജൻ എന്ത് പറയും, ഈ ആൻറ്റിജൻ അങ്ങ് ഇല്ലാതായി പോകും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് മാസൽസ് ബേസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ബേസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാസൽസിനകത്തുള്ള ഗ്രാന്യൂൾസ് പുറത്തേക്ക് വരും, നമ്മുടെ ബോഡിയിലേക്ക് അത് റിലീസാവും ഈ ഗ്രാന്യൂൾസ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡീഗ്രാനുലേഷൻ. മനസ്സിലായോ? നൗ ഈ ഗ്രാന്യൂൾസിന്, ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഗ്രാന്യൂളുടെ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് അറിയോടാ. ഈ ഗ്രാന്യൂൾസ് ദേ ആർ മേഡ് അപ്പ് ഓഫ് ഓക്കെ സെറോട്ടോണിൻ, ഓക്കെ, പിന്നെന്താടാ ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, ഇങ്ങനത്തെ കുറച്ച് കോമ്പണൻസ് വെച്ചിട്ടാണ് ഗ്രാന്യൂൾസ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഈ സെറോട്ടോണിനും ഹിസ്റ്റമിനും പ്രോസ്റ്റാഗ്ലാൻഡിൻസും പിന്നെന്താ ല്യൂക്കോട്രൈൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് അങ്ങ് റിലീസാവും. അപ്പോൾ ഈ കാര്യങ്ങൾ അമിതമായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് അലർജിക് റെസ്പോൺസ് വരും. ഓക്കെ, സോ അതുകൊണ്ടാണ് അലർജി ഉണ്ടാവുന്നത്. ബിക്കോസ് ഓഫ് ദ റിലീസ് ഓഫ് ദീസ് സെറോട്ടോണിൻ, ഹിസ്റ്റമിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഒക്കെ ബോഡിയിലേക്ക് അമിതമായി റിലീസ് ആവുന്നുണ്ട് ഈ മാസ് സെൽസ് ബേസ്റ്റ് ആകുമ്പോൾ. അതുകൊണ്ടാണ് പേഷ്യൻറ്റിന് എന്ത് പറ്റുന്നത്, പിന്നെ അലർജി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ സെറോട്ടോണിൻ, ഹിസ്റ്റമിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഒക്കെ റിലീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയോ? വാട്ട് ഹാപ്പൻസ് ഇസ് there is going to be smooth muscle contraction. ഈ സ്മൂത്ത് മസിൽ കോൺട്രാക്ഷൻ അമിതമായിട്ടുണ്ടാവുമ്പോൾ പേഷ്യൻറ്റിന് എന്തൊക്കെ ഉണ്ടാവുക, ആസ്മ ഉണ്ടാവാം, ഓക്കെ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം, റൈറ്റ്, പിന്നെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാവും. സോ ഈ സാധനങ്ങളൊക്കെ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ അമിതമായിട്ടുള്ളപ്പോഴത്തേക്കും ഉണ്ടാവുന്ന റിയാക്ഷനാണ് സ്മൂത്ത് മസിൽ കോൺട്രാക്ഷൻ. നമ്മുടെ സ്മൂത്ത് മസിൽസ് ഇല്ലേ നമ്മുടെ ബോഡീനകത്ത്, അതിൻ്റെ കോൺട്രാക്ഷൻ അമിതമായിട്ടുണ്ടാവും. സോ അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും പേഷ്യൻറ്റ് ആസ്മ, ഹൈപ്പർ ടെൻഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെന്താടാ, ഈ സബ്സ്റ്റൻസസ് ഒക്കെ ഇറ്റ് ക്യാൻ ഓൾസോ കോസ് ലാക്രിമേഷൻ. ലാക്രിമേഷൻ എന്ന് വെച്ചാൽ എന്താണ്, കണ്ണിൽ നിന്ന് വെള്ളം വരിക, റൈറ്റ്, പിന്നെ നേസൽ സെക്രീഷൻ, മൂക്കിൽ നിന്ന്, റൈനൈറ്റിസ് ഇല്ലേ, മൂക്കിൽ നിന്ന് വെള്ളം വരിക. അപ്പം അതൊക്കെ ഉണ്ടാവുന്നത് ഈ ഡീഗ്രാനുലേഷൻ കാരണമാണ്. ഈ സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിലേക്ക് അമിതമായിട്ട് റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഫൈൻ, അപ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മൾ അലർജി എന്ന് വിളിക്കുക അല്ലേ. ഫൈൻ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വൈ അലർജി അക്കേഴ്സ്, റൈറ്റ്. അപ്പോൾ എൻ്റെ എക്സാമ്പിൾ ഈ 4 തരത്തിലുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസിൻ്റെയും എക്സാമ്പിൾ പഠിക്കണം. അറ്റ്ലീസ്റ്റ് 3 എങ്കിലും എഴുതണം കേട്ടോ. ദർ ആർ മെനി, ബട്ട് അറ്റ്ലീസ്റ്റ് 3 എഴുതണം. അപ്പോൾ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റിനകത്ത് ഫസ്റ്റ് വൺ ലെറ്റ് us say എക്സേമ. എക്സേമ എന്താണ്, അതൊരു സ്കിൻ അലർജിയാണ്. പിന്നെ ആസ്മയും ഒരു ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ്റെ എക്സാമ്പിളാണ്. ഏർട്ടിക്കാരിയ എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ എൻ്റെ പിക്ചർ കാണിച്ചു തരാം. ഏർട്ടിക്കാരിയ എന്ന് വെച്ചാൽ ബേസിക്കലി അതൊരു സ്കിൻ റാഷാണ്. ഓക്കെ, നിങ്ങൾ കഴിക്കുന്ന ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജനോ ബോഡിയിലേക്ക് കയറിയാൽ, ഈ ചില ഫുഡ്സിനകത്തൊക്കെ അലർജൻസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ കയറിയാൽ ഏർട്ടിക്കാരിയ ഉണ്ടാവും. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം മക്കളെ. ഇത് കണ്ടോടാ, ഇതാണ് ഏർട്ടിക്കാരിയ. ഓക്കെ, ജസ്റ്റ് പിക്ചർ കാണുമ്പോൾ ബി മോർ ക്ലിയർ. ദർ ഇസ് എ സ്കിൻ റാഷ്. ഓക്കെ, ഇനി മിസ് എക്സേമയെ പറ്റി പറഞ്ഞില്ലായിരുന്നു. എക്സേമ, സി ദിസ് പിക്ചർ, ഇതാണ് എക്സേമ. So basically any allergy you will put it under what, type 1 hypersensitivity reaction. Let's stop for today. നമുക്ക് നാളെ ബാക്കി എടുക്കാം. Okay guys, good night, bye bye, take care.